ജപമാല വചനം ചൊല്ലി അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി ആദിയ നിദാനാഥ നിൻ തിരുമുൻപിൽ അണയുന്നു പ്രത്യാശയോടെ നിൻ ഹൃദയമപ്പടിവാതിലിൽ മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാൾ അതിൻ്റെ 2ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചു. അമ്മയുടെ പിറന്നാൾ ഏറ്റവും ഹൃദ്യമായി ആഘോഷിക്കുവാനും ആത്മീയ ശക്തിയിൽ നിറഞ്ഞ് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അമ്മയുടെ വാത്സല്യം അനുഭവിക്കുവാനും നാം ഒരുങ്ങുകയാണ്. ഈ 2ാം ദിനം നാം പ്രത്യേകമായി അമ്മ ഹൃദയത്തിൽ ഏറ്റെടുത്ത വചനത്തെ ധ്യാനിക്കാൻ ഒരുങ്ങുകയാണ്. വചനമാണ് അമ്മയുടെ പ്രധാന ഭക്ഷണം. അമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായി മാറിയത് ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം നാമം ഈ പിറന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ വചനത്തിൻ്റെ നിറവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, ഉന്നത സിംഹാസനത്തിൽ നിന്ന് അമ്മ നമുക്ക് ജ്ഞാനത്തെ അയച്ചു തരട്ടെ. ഈ ജ്ഞാനം നമ്മളോടൊത്ത് വസിക്കട്ടെ. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ അങ്ങനെ നമുക്കിടവരട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം അമ്മയോടൊപ്പം ഇന്നത്തെ ദിവസം ഈ ധ്യാനം ആരംഭിക്കാം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ഇന്ന് ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെ അരൂപിക്ക് അടിപ്പെട്ട്, ഈ ലോകത്തിൻ്റെ അധികാരിക്ക് അടിപ്പെട്ട് ആത്മനാശം സംഭവിച്ച് തകർന്നടിയുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ യുവജനങ്ങളെ എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള അടിമത്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളെ അമ്മ ആശീർവദിക്കണമേ.
സാത്താൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും സ്വർഗത്തിൻ്റെ വേലി കെട്ടി സംരക്ഷിക്കണമേ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും പ്രത്യേകമാം വിധം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് അടിമ വെച്ച് പ്രാർത്ഥിക്കാം. അമ്മ സ്വർഗത്തിൻ്റെ വലിയ നിക്ഷേപങ്ങൾ നൽകി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊള്ളും. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഗീവർഗീസ് പാലമുട്ടിൽ അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. അമ്മ മനസ്സ്. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിനോട് അനുബന്ധിച്ച് അമ്മയുടെ മനസ്സ് എന്ത് എന്ന് അറിയാൻ ഗുഡ്നസ് ചാനൽ ഒരുക്കുന്ന ഈ മരിയൻ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഹൃദയം എന്ത് എന്ന് അറിയാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ധ്യാനാത്മകമായി പരിശ്രമിക്കുകയാണ്. ബൈബിളിൽ വളരെ കുറച്ച് മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. ആ അമ്മയുടെ ഹൃദയം എന്ത് എന്ന് ഒന്ന് തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിലൂടെ നമ്മൾ പരിശ്രമിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കാൻ പ്രത്യേകം ഒരുങ്ങുന്ന സമയമാണല്ലോ. ഈ ദിവസങ്ങളിൽ അമ്മയ്ക്ക് നല്ല ഒരു സമ്മാനം നമുക്ക് കാഴ്ചവെക്കുവാൻ പരിശ്രമിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന വിഷയം, പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനോട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവവചനത്തിന് തന്നെ തന്നെ സമർപ്പിച്ച അമ്മയുടെ മനസ്സിനെക്കുറിച്ചാണ്. ഗബ്രിയേൽ ദൂതൻ വന്ന് ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ഗബ്രിയേൽ ദൂതനോട് തിരിച്ചു പറഞ്ഞ അമ്മയോട് ദൂതൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് അറിയപ്പെടും. ഇത് തിരിച്ചറിഞ്ഞ അപ്പോൾ തന്നെ അമ്മ പറയുന്ന കാര്യമാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ദൈവവചനത്തിൻ്റെ മുൻപിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് തന്നെ തന്നെ ചേർത്ത് വെച്ച പരിശുദ്ധ അമ്മ ഈ ദൈവവചനത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ സാധിച്ചത്. സ്വർഗം മുഴുവനും ഒരു നിമിഷം ഒന്ന് നിശ്ചലമായ ഒരു സമയമായിരിക്കും ഒരു പക്ഷേ. കാരണം ഈ പെൺകുട്ടിയോട് സ്വർഗത്തിൻ്റെ ദൂത് അറിയിക്കുമ്പോൾ ഇവൾ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ രക്ഷാകര ചരിത്രത്തിൻ്റെ സംഭവം തന്നെ മാറിപ്പോയേനെ. സ്വർഗം മുഴുവനും നിശ്ചലമായി ഒരു വ്യക്തിയിലേക്ക് മാത്രം നോക്കി നിന്ന ഒരു സമയമാണ്. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈ വിശുദ്ധ ബൈബിളിൽ ദൈവവചനത്തിൻ്റെ വെളിപാടുകൾ നമ്മൾക്ക് ലഭിക്കുമ്പോൾ അതിനെ എപ്രകാരമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവവചനത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തത് വഴി പരിശുദ്ധ അമ്മയുടെ
ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ ആ ഒരു വചനം പരിശുദ്ധ അമ്മ സ്വീകരിച്ചത് വഴി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ അമ്മ നിറയുകയാണ്. പിന്നീട് ഈ അമ്മയുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന ഓരോ ഫലങ്ങളും ഈ വചനത്തിൻ്റെ ഫലമാണ്. പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം തൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ സൗകര്യങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ദൈവരാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചേർന്ന് നിന്നവളാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. ദൈവരാജ്യം വരണമേ എന്ന്, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ ദൈവവചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു ഉപമ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. പലപ്പോഴും നമ്മൾ ഈ വിത്തുകൾ വീണ സ്ഥലത്തെക്കുറിച്ച് ധ്യാനിക്കാറുണ്ട്. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഈ വിത്ത് വചനമാണ്. ഈ വിത്ത് വചനമാണ്. ഈ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാതെ, ഈ വചനം നമ്മൾ സ്വീകരിക്കാതെ ഒരിക്കലും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മ ദൈവപുത്രനെ പ്രസവിക്കാൻ, ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ കാരണമായത് ഈ വചനത്തിനോട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വിത്ത് സ്വീകരിച്ചതുകൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം, ഈ വചനം കേൾക്കാനും ഈ വചനത്തെ സ്വീകരിക്കുവാനും പലപ്പോഴും പല സമയങ്ങളിലും നമുക്ക് സാധിക്കുകയില്ല. ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പാടുപെടുന്ന ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, വചനം പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല, വചനം അത് സ്വീകരിക്കാൻ എനിക്ക് പറ്റണില്ല. അത് പറ്റുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനമില്ലാതെ, ഈ വിത്തില്ലാതെ ദൈവരാജ്യത്തിൻ്റെ ചെടികൾ നമ്മുടെ ഉള്ളിൽ വളരുകയില്ല. ലോകത്തിൻ്റെ ഫലങ്ങൾ, ഒരുപാട് വിത്തുകൾ ലോകത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അസൂയയുടെ, അഹങ്കാരത്തിൻ്റെ, പാപത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഒരുപാട് വിത്തുകൾ നമ്മൾ പല രീതിയിൽ പല വ്യക്തികളിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞതുപോലെ അശുദ്ധമായ നാവുകളുള്ളവനും അശുദ്ധമായ നാവുകളുള്ളവരോട് കൂടെ വസിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരുപാട് വിത്തുകൾ നമ്മൾ സ്വീകരിക്കുന്നത് കാരണം ഈ ദൈവരാജ്യത്തിൻ്റെ വിത്ത്, ദൈവവചനമാകുന്ന വിത്ത് സ്വീകരിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ദൈവവചനമാകുന്ന വിത്ത് സ്വീകരിക്കാതെ ദൈവവചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുതൽ എപ്പോൾ ഈ അമ്മ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ച്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചോ, അപ്പോൾ മുതൽ ഈ മറിയത്തിന് പിന്നീട് തൻ്റേതായ ഇഷ്ടങ്ങളൊന്നുമില്ല, തൻ്റേതായ ആഗ്രഹങ്ങൾ ഒന്നുമില്ല. എല്ലാത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തന്നെ സമർപ്പിച്ച പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളായ വഴികളിലൂടെ അമ്മ കടന്നു പോകുമ്പോഴും, പിതാവേ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിച്ച ഒരമ്മ. ഈ അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തത് നമുക്കറിയാം. അതിനുശേഷം ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ പോയപ്പോൾ ശെമിയോൻ്റെ പ്രവചനം നമുക്കറിയാം.
അതിനുശേഷം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് ശിമെയോൻ പ്രവചിച്ചപ്പോൾ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിച്ച ഒരമ്മ 30 വർഷം തൻ്റെ കൂടെ ജീവിച്ച് തൻ്റെ പരസ്യജീവിതത്തിന് വേണ്ടി മകൻ വീട് വിട്ട് ഇറങ്ങുമ്പോൾ വാതിൽക്കൽ ചാരി നിന്ന് നോക്കി നിന്ന് സങ്കടപ്പെടുന്ന ഒരമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി തൻ്റെ പുത്രൻ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും, കുരിശ് മരണം വരിക്കുവാനും പീഡ സഹിക്കാനുമാണ് പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും ആ മകനെ തടയാതെ അവൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി തൻ്റെ മകനെ, ഏകജാതനെ വിട്ടുകൊടുക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ ഈ അമ്മയ്ക്ക് സാധിച്ചത് ദൈവവചനത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞതുകൊണ്ടാണ്. ദൈവവചനത്തിൻ്റെ ശക്തി അവളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ദൈവവചനത്തോട് അവൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നമുക്കും പറയാൻ സാധിക്കണം, ഈ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വിത്തുകളെ വെട്ടിക്കളയാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവവചനത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ഉള്ളിൽ വളർത്താനും നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾക്കതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്നേഹത്തിൻ്റെ, കരുണയുടെ, ദയയുടെ, ആത്മസംയമനത്തിൻ്റെ, വിശ്വസ്തതയുടെയൊക്കെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിത്തുകളെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അമ്മ മനസ്സ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതാണ്: എൻ്റെ പുത്രൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. അമ്മ ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ: എൻ്റെ പുത്രൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ട് നിങ്ങൾ മാറുക. എൻ്റെ പുത്രനിൽ നിന്ന് ഈ ലോകം ഒരുപാട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം തിരിച്ച് ഈ പുത്രനിലേക്ക് കൊണ്ടുവരുവാൻ, തൻ്റെ തിരുക്കുമാരനോട് ചേർത്ത് പിടിക്കാൻ ഈ അമ്മ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അമ്മ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ: ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ചെയ്തതുപോലെ എൻ്റെ മക്കളെ നിങ്ങൾ ഈ വചനത്തോട് ഒന്ന് ചേർന്ന് നിൽക്കുക, ഈ ദൈവവചനത്തോടൊന്ന് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒന്ന് നിങ്ങൾ മാറ്റിവെക്കുക. എൻ്റെ ഇഷ്ടം, എൻ്റെ കാര്യം, എൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം സ്വാർത്ഥതയുടെ കൊടുമുടിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ പറയുന്നത് എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ, എൻ്റെ ഇഷ്ടം ഇത് ഇങ്ങനെ ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട വസ്ത്രം ഇതാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതശൈലി ഇതാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ ഈ ലോകത്തിന് സമർപ്പിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലൂടെ വചനം നമുക്കൊരു സൂചന നൽകുന്നുണ്ട്. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്ന് ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. ആരൊക്കെ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നുവോ അവരൊക്കെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റുന്നു എന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 2:15 പറയുന്നുണ്ട്: ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. അങ്ങനെ ആരെങ്കിലും ഈ ലോകത്തിൻ്റെ വിത്തിനെ സ്വീകരിച്ചാൽ, ഈ ലോകത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മരങ്ങളായിട്ട് മാറിയാൽ, ഈ ലോകത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറിയാൽ അവരിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കുടികൊള്ളുന്നില്ല എന്ന് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു തീരുമാനമെടുക്കേണ്ട കാലഘട്ടമാണ്. ലോകം വേണോ, ഈ ലോകത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണോ, അതോ ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണോ എന്ന് നമ്മൾ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട സമയമാണ്. കാരണം പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലൂടെ വചനം പറയുന്നുണ്ടല്ലോ: വേണമെന്ന് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വേണോ വേണ്ടയോ എന്ന് വെക്കേണ്ടത് നീയാണ്. ജീവനും മരണവും നിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു കൊള്ളുക. ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കണം. നിന്റെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ്, നിന്റെ ഒരു യെസ് അനുസരിച്ചാണ് നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ പോകുന്നത്.
ഈ ലോകത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണോ അതോ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണോ? ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ നിനക്ക് സമ്മാനമായി കിട്ടാൻ പോകുന്നത് സ്വർഗരാജ്യമാണ്. ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളൊന്നും ആയിരിക്കുകയില്ല. ഒരു പക്ഷേ ഈ ലോകം നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളല്ല നിനക്കിവിടെ ലഭിക്കാൻ പോകുന്നത്. ഈ ലോകത്തിൽ കുരിശിൻ്റെ പുറകെ നീ പോകുമ്പോഴും, നീ ഈ ലോകത്തിൻ്റെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, ദൈവരാജ്യം. ഇത് നീ ഈ ദൈവരാജ്യത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് അതേ എന്ന് പറയുമ്പോൾ നിനക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ദൈവദൂതന്മാർ വന്ന് ഈ അമ്മയെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമ്മാനമാണ് ഇത് എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഈ അമ്മ ഈ വചനത്തോട്, തൻ്റെ പുത്രൻ്റെ ഇഷ്ടത്തോട്, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിന്ന് ഈ ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചതുപോലെ തന്നെ തന്നെ താഴ്ത്തി, തന്നെ തന്നെ എളിമപ്പെടുത്തി, തൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം മാറ്റിവെച്ച്, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു കന്യകയായ, ഒരു യുവതിയായ ആ പെൺകുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അവൾ മാറ്റിവെച്ചു, അതെല്ലാം അവൾ വേണ്ടാന്ന് വെച്ചു. ഒന്ന് മാത്രം മതി, നീ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തോട് അവൾ ചേർത്ത് വെച്ചു. അവളുടെ ജീവിതത്തെ മുഴുവൻ അവൾ ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട്, പിതാവിൻ്റെ ഇഷ്ടത്തോട് അവൾ ചേർത്ത് വെച്ചു. ലോകം മുഴുവൻ അവളെ നോക്കി പരിഹസിച്ചിട്ടുണ്ട്. നിന്റെ പുത്രൻ ദാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുണ്ട്. സമൂഹം മുഴുവനും, ബന്ധുക്കാരൊക്കെ അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അലയടികൾ ഈ അമ്മയുടെ കാതിലും കേട്ടിട്ടുണ്ട്. അവന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവൻ ലോകത്തിൻ്റെ മുഴുവൻ ശത്രുത സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പലരും വന്ന് ഈ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഈ അമ്മ ഓടിച്ചെന്നിട്ട് തിരുത്താനോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യരുതെന്ന് പറയാനോ അവനെ കാണാനോ ഈ അമ്മ പോയിട്ടില്ല. ഈ അമ്മ ഇതെല്ലാം സ്വീകരിച്ച് തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് ശെമയോൻ്റെ പ്രവചനം പൂർത്തിയാകുന്നത് വരെ ഈ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ ചേർത്ത് വെച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഈ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പക്ഷേ ലോകം നമ്മളെ നോക്കി പൊട്ടൻ എന്ന് വിളിക്കുമായിരിക്കും, മണ്ടൻ എന്ന് വിളിക്കുമായിരിക്കും. ലോകത്തിൻ്റെ ഒരുപാട് സുഖങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ വേണ്ട എന്ന് നമുക്ക് വെക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ നിൻ്റെ ഒരു ചെറിയ പ്രവൃത്തി പോലും, പുണ്യപ്രവൃത്തി പോലും, നിൻ്റെ ഒരു ചെറിയ ക്ഷമ പോലും ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് ഈ അമ്മയുടെ മനസ്സ് നമ്മളെ ഓരോരുത്തരെയും ഈ ദൈവവചനത്തോട് ചേർത്ത് വെക്കാൻ, ഈ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നവരായി തീരാൻ ഈ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മയോട് ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി തീരാൻ, പുത്രൻ തമ്പുരാനെ കൂടുതൽ അടുത്തറിഞ്ഞ് കൂടുതൽ സ്നേഹിക്കുന്നവരായി തീരാൻ, ഈ അമ്മയെപ്പോലെ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയാണ്. നമ്മളെ ഹൃദയമാകുന്ന നിലത്തെ ഒരുക്കി ഈ വചനമാകുന്ന വിത്തിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും കൊടുത്ത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വളർന്നു വരുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളാക്കി നമ്മെ മാറ്റാൻ സഹായിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയാണ്. കാരണം ഈ അമ്മ ഈ രീതിയിൽ വളർന്നു വന്നവളാണ്. അമ്മയ്ക്കറിയാം എന്തൊക്കെ തടസ്സങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട വേദനകളും സങ്കടങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് പരിശുദ്ധ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ അമ്മയെ ഒന്ന് കൂട്ടുപിടിച്ചാൽ, ഈ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് സുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ ദൈവവചനത്തിലേക്ക് നമ്മളൊന്ന് ആഴ്ന്നിറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെടും. ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറും. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറും. ഈശോ
തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പങ്കുകാരായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ലോകത്തിന് ഇന്ന് ആവശ്യമായ രക്ഷയുടെ സുവിശേഷം, ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറണമെങ്കിൽ ഈ പരിശുദ്ധ അമ്മയുടെ കരം നമ്മൾ മുറുകെ പിടിക്കണം. പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചികയാണ്. അപ്പോൾ ഈ ഒരു അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ വിത്തും പേറിക്കൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടർന്നാൽ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, വേണമെന്ന് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും, വേണോ വേണ്ടയോ എന്ന് വയ്ക്കേണ്ടത് നീയാണ്. പ്രഭാഷകൻ 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലൂടെ നമ്മളോട് പറയുന്നതാണ്, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നതാണ്, ജീവനും മരണവും നിന്റെ മുൻപിൽ വച്ചിട്ടുണ്ട്, നീ ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കണം. ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളാകാൻ ദൈവരാജ്യം, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ നീ ഈ സുവിശേഷത്തോട് അതെ എന്ന് പറയുമ്പോഴാണ് നിന്നിലൂടെ ദൈവരാജ്യം വളരുന്നത്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വചനത്തോട്, പരിശുദ്ധാത്മാവിൻ്റെ വചനത്തോട്, ഗബ്രിയേൽ ദൂതനോട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് താഴ്മയോടെ അവൾ വചനത്തോട് ചേർന്ന് നിന്നു. അതുപോലെ നമുക്കും ചേർന്ന് നിൽക്കാം. അതിനുശേഷം ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ഈ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ഈ താഴ്മ, എളിമ എന്ന് പറയുന്ന പുണ്യം. കാരണം അഹങ്കാരം എന്ന് പറയുന്ന പാപത്തിലൂടെയാണ് മാലാഖ പിശാചായി മാറിയത് എങ്കിൽ ഈ അമ്മ സ്വർഗത്തിൻ്റെ റാണിയായി മാറിയത്, സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മാറിയത് എളിമ എന്ന പുണ്യത്തിലൂടെയാണ്. അഹങ്കാരം എന്ന പാപത്തോടെ മാലാഖയായിരുന്ന ലൂസിഫർ നിത്യനരകത്തിലേക്ക് വെട്ടിവീഴ്ത്തപ്പെട്ടു എങ്കിൽ ഇവിടെ എളിമ എന്ന പുണ്യത്തിലൂടെ ഒരു മനുഷ്യ സ്ത്രീ സ്വർഗത്തിൻ്റെ റാണിയായി, രാജ്ഞിയായി ഉയർത്തപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ ഈ ലൂസിഫർ എന്ന് പറയുന്ന മാലാഖ എങ്ങനെയാണ് നിത്യനരകത്തിലേക്ക് പിഴുതെറിയപ്പെട്ടത് എന്ന്, വെട്ടിവീഴ്ത്തപ്പെട്ടത് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ അമ്മ, ഈ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ റാണിയായി, 3 ലോകങ്ങളുടെയും രാജ്ഞിയായി മാറിയത് എന്ന് അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ട ഏറ്റവും വലിയ ഒരു പുണ്യമാണ് ഈ താഴ്മ എന്ന് പറയുന്ന പുണ്യം. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് ഈ താഴ്മ എന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട്, ദൈവവചനത്തോട് നിൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ച്, നിൻ്റെ താല്പര്യങ്ങളെയൊക്കെ മാറ്റിവെച്ച്, നിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിവെച്ച് ദൈവരാജ്യത്തിൻ്റെ ആഗ്രഹത്തോട്, ഇഷ്ടത്തോട് അതെ എന്ന് പറയാം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് നടയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതിനു മുമ്പ് നമ്മുടെ നിയോഗങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അഹങ്കാരമെന്ന് പറയുന്ന ആ പാപം നമ്മുടെ ഉള്ളിൽ നിന്ന് ദൂരെ പോകുവാൻ, ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കപ്പെടുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ ഒക്കെ ഒന്ന് മാറ്റിവെക്കാൻ, സ്വർഗരാജ്യത്തോട്, ദൈവവചനത്തോട് അതെ എന്ന് പറയാൻ അനുഗ്രഹിക്കണമേ എന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് ഈശോയോട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം
ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. ഓ ദിവ്യകാരുണ്യമേ, എൻ ഹൃത്തിലലിയാൻ നീ വരൂ. ഓ ദിവ്യകാരുണ്യമേ, എൻ ഹൃത്തിലലിയാൻ നീ വരൂ. ജീവനില്ലാത്ത എൻ മാനസത്തിൽ നീ, ജീവനില്ലാത്ത എൻ മാനസത്തിൽ നീ, ജീവനാളമായി തെളിയൂ യേശുവേ. തിരുവോസ്തിരൂപനേശുവേ, നീ വരൂ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യസ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിന്നെ നമിക്കുന്നു ഞങ്ങൾ. ആരാധന 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 ആരാധന. ഓ ദിവ്യകാരുണ്യമേ, എൻ ഹൃത്തിലലിയാൻ നീ വരൂ. ഓ ദിവ്യകാരുണ്യമേ, എൻ ഹൃത്തിലലിയാൻ നീ വരൂ. ജീവനില്ലാത്ത എൻ മാനസത്തിൽ നീ, ജീവനില്ലാത്ത എൻ മാനസത്തിൽ നീ, ജീവനാളമായി തെളിയൂ യേശുവേ. തിരുവോസ്തിരൂപനേശുവേ, നീ വരൂ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യസ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിന്നെ നമിക്കുന്നു ഞങ്ങൾ. ആരാധന 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 ഈശോയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നമ്മൾ ഈശോയെ ആരാധിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈശോ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മറിയം
ഈശോയെ ആരാധിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നത് പോലെ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഹൃദയം തുറന്ന് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാ മഹത്വവും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. ജീവിക്കുന്ന ഈശോയുടെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പത്തിൻ്റെ രൂപത്തിൽ ഒരിക്കൽ കൂടെ നമ്മെ ഒന്ന് കാണാൻ, സ്നേഹിക്കാൻ, കൂടെ ഇരിക്കാൻ ഇറങ്ങി വന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണല്ലോ. അമ്മയോട് ചേർന്ന് അല്പസമയം ഈശോയുടെ കൂടെയായിരിക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. അനുഗ്രഹങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് വാരി വിതറപ്പെടുന്ന സമയമാണിത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്ന് മർത്തയോട് പറഞ്ഞ അതേ വചനം ഇന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി ഈശോ പറയുന്നുണ്ട്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തോട് ചേർന്ന് നിന്ന അമ്മ, ആ വചനമായ ദൈവം ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കാൻ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു. സത്യമായും ഈ എഴുന്നള്ളി വന്നിരിക്കുന്നത് 2000 വർഷം മുമ്പ് ബെത്ലഹേമിലെ നസ്രത്തിൽ വന്ന് പിറന്ന ദൈവത്തിൻ്റെ ഏകജാതനാണ്. ഓ ഈശോയെ, നിന്റെ സ്നേഹം എത്ര വലുതാണ്! നീ ഞങ്ങളോട് കാണിക്കുന്ന നിന്റെ കരുണ അതെത്ര വലുതാണ്! എത്ര പറഞ്ഞാലും, എത്ര സ്നേഹിച്ചാലും കൊതി തീരാത്ത, എത്ര പാടിയാലും മതി വരാത്ത ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് മഹത്വപ്പെടുത്താം. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ. അതേ നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ, ഈശോ ഞങ്ങളിൽ കരുണയായിരിക്കണമേ. രണ്ട് കരങ്ങളും യാചന രൂപത്തിൽ പിടിച്ച് ഈശോയെ നമുക്കൊന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. എല്ലാവരും ഈ സമയം സ്തുതിക്കട്ടെ. വലിയ വിടുതൽ നമുക്ക് ലഭ്യമാകുന്ന സമയമാണ്. നസറേനായ യേശുവിൻ്റെ സജീവ സാന്നിധ്യം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അനുഭവിച്ചറിയുന്ന സമയമാണ്. ഈശോയുടെ ആശീർവാദം
നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സമയമാണിത്. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വലിയ സമ്മാനം ലഭ്യമാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം, ഈ കാലഘട്ടത്തിൻ്റെ ഒരു അഭിഷേകം നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ എടുത്ത് ആശീർവദിക്കുവാൻ നമുക്ക് ഈശോയോട് പറയാം. എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്കൊരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മൾ കേട്ട വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം. ദൈവദൂതൻ വന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അറിയിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ തൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ മാറ്റിവെച്ച് ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടവൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ഒരമ്മ. അതുപോലെ ഈശോയെ നിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാകാൻ ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. നിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ, അതൊന്ന് കേൾക്കാൻ ഞങ്ങളുടെ കാതുകൾക്ക് ശക്തി നൽകണമേ. ഈ ലോകത്തിൻ്റെ വർത്തമാനങ്ങളാണ് ഞങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. ഈ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ വഴികളാണ് ഞങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും. അതിനിടയിൽ നിന്റെ സുവിശേഷം, നിന്റെ സ്നേഹം തിരിച്ചറിയാതെ പോയിട്ടുണ്ട് ഈശോയെ. നിന്റെ വാക്കുകൾ ഞങ്ങൾ കേൾക്കാതെ പോയിട്ടുണ്ട്. നിന്റെ വചനത്തിൻ്റെ അഭിഷേകം തിരിച്ചറിയാതെ ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ പോയിട്ടുണ്ട്. കർത്താവേ, എല്ലാത്തിനും ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ചുങ്കക്കാരനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യത ഇല്ല കർത്താവേ. കാരണം നിന്റെ ഇഷ്ടം എന്താണ് എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ളോ അത് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയത് ഈ ലോകത്തിൽ നിന്നാണ്. ഈശോയെ, അതെല്ലാം ഒന്ന് മാറ്റിവെച്ച്, അതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ മാത്രം സ്നേഹിക്കാൻ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയാൻ, നിന്റെ അഭിഷേകത്തിൽ നിൽക്കാൻ ഞങ്ങളെ ഒന്ന് പരിശീലിപ്പിക്കണമേ കർത്താവേ. ഈശോയെ, നിന്റെ വചനം തിരിച്ചറിയാത്ത നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നീ പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുണ്ട് കർത്താവേ. നിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, നിന്റെ വചനത്തിൻ്റെ അഭിഷേകം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, നിന്റെ സ്വരം കേൾക്കാൻ പറ്റാതെ
ഞങ്ങളുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിരിക്കുകയാണ്. നിന്റെ ഗീതം പോലെ എന്നെ ഈശോ നിത്യം നടത്തിയിടണമേ. ആഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിന്റെ ഗീതം ഈശോയെ പോലെ എന്നെ ഈശോ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എനിക്ക് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ അവിടുത്തെ വചനം അമ്മ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവളായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അവൾ മാറിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങയുടെ വചനം നിറയ്ക്കണമേ. സങ്കീർത്തകൻ പറയുന്നത് പോലെ അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിപ്പാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു അഭിഷേകം എനിക്ക് തരണമേ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിപ്പാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിത്താകുന്ന വചനമില്ലാതെ ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വർഗം ആഗ്രഹിക്കുന്ന ഫലം തരുന്നില്ല എങ്കിൽ ആ ചെടികളെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ലോകത്തിൻ്റെ മിത്രമാകാൻ അല്ല കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മിത്രമാകാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിന്റെ മിത്രമാകാനാണ്. യോഹന്നാന്റെ ലേഖനത്തിലൂടെ അവർ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ടല്ലോ, ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. അങ്ങനെ ആരെങ്കിലും ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ സ്നേഹിച്ചാൽ അവനിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കുടികൊള്ളുന്നില്ല. ജഡത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവായ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് വചനത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങൾ പലപ്പോഴും ഈ ദുരാശകളിൽപ്പെട്ട് അങ്ങയുടെ വചനത്തിന് എതിരായിട്ട് ജീവിച്ചു പോയിട്ടുണ്ട് കർത്താവേ. ഈ സമയം ഞങ്ങൾ ഹൃദയം നുറുങ്ങി ആഗ്രഹിക്കുകയാണ് നിന്റെ മിത്രമാക്കാൻ, നിന്റെ സ്വന്തമാകാൻ ആഗ്രഹിച്ച് നിന്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വലിയ അഭിഷേകത്തിൻ്റെ സമയമായത്, വിടുതൽ ലഭ്യമാകുന്ന സമയമാണ്. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടിന്മേൽ നിൽക്കട്ടെ. എല്ലാവിധമായ രോഗത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നുമൊക്കെ ഈശോ നമുക്ക് വിടുതൽ നൽകുന്ന സമയമായത്. സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിൻ ആരാധന ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.